കോഴിക്കോട് പാലം ഉദ്ഘാടന ചടങ്ങിനിടെ നാട്ടുകാർ തമ്മിൽ ഏറ്റുമുട്ടൽ. വാണിമേൽ നരിപ്പറ്റ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാക്കോയി പാലത്തിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. റോഡില്ലാതെ പാലം എന്തിനെന്ന് ചോദിച്ചൊരു വിഭാഗം പ്രതിഷേധിച്ചാണ് സംഘർഷത്തിന് കാരണം. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തോമസ് വീരങ്ങളുമായ സിനോജ്, പഴയ ചില സിനിമാ ദൃശ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരം അടിയാണ്. അടി കൂടി അവസാനം താഴേക്ക് വീഴുന്ന നാട്ടുകാരെ കൂടി കാണുന്നുണ്ട്. ഇതിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പങ്കുണ്ടോ? അതോടൊപ്പം റോഡില്ലാതെ പാലം എന്തിനെന്ന ചോദ്യമാണ് ഇതിൽ ഒരു വിഭാഗം ചോദിക്കുന്നത്. സ്മൃതി, അതായത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച, അത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഒരു 5 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ, അതുകൊണ്ട് തന്നെ നാടകം ഉദ്ഘാടന മാമാങ്കം നടന്നു വരികയാണ്. അതിൽ പൂർത്തീകരിച്ച പദ്ധതികളുണ്ട്, പൂർത്തീകരിക്കാൻ വേണ്ടി അവസാന ഘട്ടത്തിലെത്തിയ പദ്ധതികളുണ്ട്. ഈ പാലം എന്ന് പറയുന്നത് വാണിമേൽ നരിപ്പറ്റ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. 2018 പ്രളയത്തിൽ തകർന്നു പോയ പാലമാണ്. അന്ന് മുതൽ നാട്ടുകാരുടെ കാത്തിരിപ്പാണ്, ഒരു പാലത്തിന് വേണ്ടി, റോഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ 4 കോടി രൂപ മുടക്കി ഈ പാലം നിർമ്മിക്കുന്നു. അവിടുത്തെ സ്ഥലം MLA AK വിജയൻ MLA ആണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചത്. അങ്ങനെ ഉദ്ഘാടനത്തിന് വേണ്ടി MLA തന്നെ സ്ഥലത്തെത്തി. പക്ഷേ നരിപ്പറ്റ പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡ്, സമീപന റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നില്ല. അതാണ് ഈ പ്രകോപനത്തിനും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയത്. അതായത് റോഡില്ലാതെ എന്തിന് പാലം ഉദ്ഘാടനം ചെയ്യുന്നു, ഈ പാലം ആർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നരിപ്പറ്റ പഞ്ചായത്തിലെ ആളുകളൊക്കെ തന്നെ സംഘടിച്ചു. പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യമില്ല, അവിടുത്തെ പൊതുജനങ്ങളാണ് സംഘടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ ധർണ ഈ ഉദ്ഘാടന വേദിയിലേക്ക് നടത്തിയിരുന്നു. MLA എത്തി ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ വാണിമേൽ പഞ്ചായത്തിന്റെ അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഈ പാലം കടന്ന് നരിപ്പറ്റ ഭാഗത്തേക്ക് വന്നതാണ് ഈ സംഘർഷത്തിന് കാരണമെന്ന് പറയുന്നു. അങ്ങനെ ഈ നരിപ്പറ്റ ഭാഗത്തുള്ള ആളുകളും വാണിമേൽ പ്രദേശത്തെ ആളുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതൊരു കൂട്ടത്തല്ലായി മാറുന്നു. ഈ റോഡിന് മുകളിലും പാലത്തിന് മുകളിൽ സംഘർഷമുണ്ടാകുന്നു, വാക്കേറ്റമുണ്ടാകുന്നു. തുടർന്ന് പാലത്തിനടിയിലേക്കും പുഴയുടെ തീരത്തേക്കും പോകുന്നു. പിന്നെ മുതിർന്ന ആളുകളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട ആളുകളൊക്കെ തന്നെ വേർതിരിക്കുന്നത്. അതായത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നിർമ്മിച്ചൊരു പാലം, പക്ഷേ അതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. വാണിമേൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിർമ്മാണമൊക്കെ തന്നെ പൂർത്തിയായിരുന്നു. വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് നരിപ്പറ്റ പഞ്ചായത്തിലെ ആളുകളൊക്കെ സംഘടിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടിക്കെതിരെ പ്രതിഷേധമായി വന്നത്. പക്ഷേ ഈ ഉദ്ഘാടന പരിപാടിക്കിടെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ നരിപ്പറ്റ ഭാഗത്തേക്ക് വന്നതാണ് ഈ സംഘർഷത്തിനും കൂട്ടത്തല്ലിനും കാരണമായിരിക്കുന്നത്. ഏതായാലും പരാതികളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടില്ല. സ്മൃതി. ശരി, സിനോജ് തോമസ് ആണ് ഒരു നാട്ടുതല്ലിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും നൽകിയത്.